സ്ത്രീകൾക്ക് അവരുടെ മെൻസസ് രക്തം വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് രക്തം സ്റ്റോപ്പ് ആകുന്നതിന് മുമ്പ് അവർ ഒളു എടുക്കാൻ പാടില്ല, തെറ്റാണ്, ഹെറാമാണ്. അതേപോലെ തന്നെ പ്രസവരക്തം വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീ ആ രക്തം അവസാനിക്കുന്നതിന് മുമ്പ് അവൾ ഒളു ചെയ്യൽ ഹെറാമാണ്. ഇത് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട്. ഉറങ്ങാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാനൊക്കെ വേണ്ടി വലിയ അശുദ്ധിയുള്ള ആളുകൾക്ക് ഒളു എടുക്കൽ സുന്നത്തുണ്ടല്ലോ, അതുകൊണ്ട് മെൻസസ്സുകാരിക്കും ഉറങ്ങാനും മറ്റും ഒളു എടുക്കൽ സുന്നത്തുണ്ട് എന്ന് പലർക്കും തെറ്റിദ്ധാരണ ഉണ്ട്. അത് തെറ്റിദ്ധാരണ മാത്രമാണ്. മെൻസസ് രക്തം സ്റ്റോപ്പ് ആകുന്നതിന് മുമ്പ്, പ്രസവരക്തം സ്റ്റോപ്പ് ആകുന്നതിന് മുമ്പ് സ്ത്രീ ഒളു ചെയ്യൽ തെറ്റാണ്, കുറ്റമാണ്, ഹെറാമാണ്. തുഷ്കയിൽ നിന്നും ദർശ്യയിൽ നിന്നും മറ്റ് കിതാബുകളിൽ നിന്നൊക്കെ ഈ വിഷയം മനസ്സിലാക്കാവുന്നതാണ്. അതേസമയം രക്തം സ്റ്റോപ്പായി, അവൾ കുളിച്ചിട്ടില്ല. ഉദാഹരണം, ഒരു 8 മണിക്ക് രക്തം സ്റ്റോപ്പായി രാവിലെ, അവൾ ഒരു 12 മണിക്ക് കുളിക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം രക്തം സ്റ്റോപ്പായിട്ടുണ്ട്. ഇനി 12 മണിൻ്റെ ഇടയ്ക്ക് അവൾക്ക് ഒന്ന് ഉറങ്ങണം അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കണം. ഇങ്ങനെയാണെങ്കിൽ ഒളു എടുക്കൽ സുന്നത്തുണ്ട്. അതിന് മുമ്പ് ഒളു എടുക്കാൻ പാടില്ല. അതേസമയം അവൾക്കും സുന്നത്തായ കുളിയൊക്കെ കുളിക്കും. നമ്മൾ എല്ലാ ദിവസവും ശരീരമൊക്കെ വൃത്തികേടായാലും കുളിക്കുമല്ലോ, അങ്ങനെ കുളിക്കൽ സുന്നത്തുണ്ട്. ശരീരം വാസനയൊക്കെ മാറി ഒരു വൃത്തികേടായാലും കുളിക്കൽ സുന്നത്തുണ്ട്. അല്ലെങ്കിൽ ജനങ്ങളുള്ള സ്ഥലത്ത് ഒരുമിച്ച് കൂടാൻ വേണ്ടി പോവാണ്, കല്യാണത്തിനൊക്കെ പോവാണ്, ഇത്തരം ആവശ്യമുണ്ടെങ്കിൽ കുളിക്കൽ സുന്നത്തുണ്ട്. ഇങ്ങനെ കുളിക്കുമ്പോൾ ആ കുളിയുടെ മുന്നോടിയായിട്ട് ഒളു സുന്നത്തുണ്ട്, അത് അവൾക്കും ചെയ്യാം. കുളിയുടെ മുമ്പിലുള്ള കുളിയുടെ സുന്നത്തിൽപ്പെട്ട ഒളു ഞാൻ നിർവഹിക്കുന്നു എന്ന് കരുതി ഒളു ചെയ്യാം. കാരണം അത് അശുദ്ധി ഉയർത്താനുള്ള ഒളുവല്ല, അത് കേവലം കുളിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്, അത് ചെയ്യാവുന്നതാണ്. അശുദ്ധിയിൽ നിന്ന് ഉയർന്ന് അശുദ്ധി നീക്കാനുള്ള ഒളു അവൾക്ക് അനുവദനീയം അല്ല.